അയ്യോ വണക്കം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത്? 40-45 ദിവസം കഴിഞ്ഞ ശേഷമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു കൗൺസിൽ യോഗം കൂടുന്നത്. ഈ കൗൺസിൽ യോഗം കൂടുമ്പോഴേക്കും ഈ പ്രതിപക്ഷത്തിരിക്കുന്ന കൗൺസിലർമാരെല്ലാം കൂടെ ചേർന്ന് 500-ലധികം അജണ്ടകളാണെന്ന് ചർച്ച ചെയ്ത് നമുക്ക് പാസ്സാക്കേണ്ടത്. എന്തിനാണ്? നാടിൻ്റെ ക്ഷേമത്തിനും നാടിൻ്റെ വികസനത്തിനും വേണ്ടി കോർപ്പറേഷനിൽ ഇതൊക്കെ എന്ത് ചെയ്യണം, ചർച്ച ചെയ്യണം, പാസ്സാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഭാണ്ഡക്കെട്ടുകളൊക്കെ ആയിട്ട് ഇവർ ചർച്ച ചെയ്യാനായിട്ട് വരികയാണ്. അങ്ങനെ ചർച്ച ചെയ്ത് പാസ്സാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അങ്ങനെ ചർച്ച ചെയ്ത് പാസ്സാക്കാനായിട്ട് ഇവർ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് വരുന്നു. അങ്ങനെ കോർപ്പറേഷനിലേക്ക് ഇവർ ഇരിപ്പുറപ്പിക്കുന്നു. തിരുവനന്തപുരത്തെ BJPയുടെ കൗൺസിലർമാരെല്ലാം വരുന്നു. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ആ ഒരു അസംബ്ലി കംപ്ലീറ്റ് ആയിട്ട് നിറയുന്നു. അവിടേക്ക് മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയറായിട്ടുള്ള ആശാനാഥും കടന്നു വരുന്നു. അങ്ങനെ മേയർ VV രാജേഷ് വന്ന് VV രാജേഷിൻ്റെ കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ചർച്ച ചെയ്യാമെന്ന ആൾക്കാരുണ്ടല്ലോ, അതായത് ഞങ്ങൾക്ക് ചർച്ച ചെയ്യണം, ഞങ്ങൾക്കൊരു 4-5 മണിക്കൂർ ഇരുന്ന് ചർച്ച ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവൂ, നാടിൻ്റെ വികസനത്തിന് വേണ്ടിയാണല്ലോ ഇതെന്ന് പറയുന്ന ഈ കൗൺസിലർമാർ, അതിലാദ്യം CPMൻ്റെ കൗൺസിലർമാർ എന്ത് ചെയ്തു? ആദ്യം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്ലക്കാർഡുകളുമായി നടുത്തെരുവിൽ ഇറങ്ങുന്ന കാഴ്ച, അതായത് നടുക്കളത്തിൽ ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ ചർച്ച ചെയ്യാമെന്ന ആൾക്കാരാണ് നടുക്കളത്തിൽ ഇറങ്ങുന്നത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ അവർ നടുത്തളത്തിൽ ഇറങ്ങുന്നു. നടുത്തളത്തിലിറങ്ങി മേയറുടെ മുഖമെല്ലാം മറച്ചുകൊണ്ട് പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് എന്താണ് ഇവരുടെ വിഷയം? ഇവരുടെ വിഷയം എന്ന് പറഞ്ഞാൽ സുഗതൻ. ഈ സുഗതനാണ് ഇവരുടെ പ്രധാനപ്പെട്ട വിഷയം. സുഗതൻ കാപ്പാ കേസ് പ്രതിയാണ്, അതുകൊണ്ട് സുഗതൻ അയോഗ്യനാക്കണമെന്ന് പറഞ്ഞൊരു വിഷയം കൊണ്ടുവരുന്നു. ആദ്യം സത്യപ്രതിജ്ഞയായിരുന്നു വിഷയം. സത്യപ്രതിജ്ഞ ചീറ്റിപ്പോയി. സത്യപ്രതിജ്ഞ കോടതി എന്ത് പറഞ്ഞു? ഒന്നുകൂടെ സത്യപ്രതിജ്ഞ ഇത് കയറടെ എന്ന് കോടതി പറഞ്ഞു. അതോടെ അത് അടപടലം ചീറ്റിപ്പോയി. പിന്നെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അവിശ്വാസ പ്രമേയം കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോഴേക്കും അപകടം മണത്ത CPM എന്ത് ചെയ്തു? അവിശ്വാസ പ്രമേയം കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞ് അവസാനം ഈ അവിശ്വാസ പ്രമേയം എല്ലാം കൂടെ എടുത്ത് അട്ടത്ത് വയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അത് നടക്കൂല എന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അതായത് ആശയം കൊണ്ട് നമുക്ക് തോപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് തോപ്പിക്കാം എന്നുള്ള രീതിയിൽ ഈ CPMൻ്റെ കൗൺസിലർമാരെല്ലാം രംഗത്തിറങ്ങുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതിൻ്റെ കൂടെ UDFൻ്റെ കൗൺസിലർമാരും കൂടെ അണിനിരക്കുന്ന കാഴ്ച, അത് തന്നെയാണ് ഇന്ത്യ സഖ്യം. അങ്ങനെ അവർ ഇന്ത്യ സഖ്യമായി അതിൻ്റെ ഫ്രണ്ടിൽ കടന്ന് ആദ്യഭീകരമായിട്ടുള്ള ബഹളം വയ്ക്കുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കളെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഇന്ത്യ സഖ്യമായി ഇവർ നിൽക്കുന്നു. അതിനു മുമ്പേ നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പൊളിച്ചടുക്കി പോകണമല്ലോ. ദേശാഭിമാനി കൊടുത്ത ഈ വാർത്തയൊന്ന് ശ്രദ്ധിച്ചേ. അതിൽ ശിവൻകുട്ടി ഞെളിഞ്ഞിരുന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് UDF എന്ന് പറയുന്നത് BJPയുടെ B ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ശിവൻകുട്ടി പറയുന്നത്. UDF BJPയുടെ B ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ BJPക്കെതിരെ ഓരോ പ്രശ്നം വരുമ്പോഴും നിങ്ങളും UDFും ഒരുമിച്ച് ചേർന്നുകൊണ്ട് BJPയെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം UDF BJPയുടെ B ടീമാണല്ലോ. UDF BJPയുടെ B ടീമാണെങ്കിൽ ഇന്ത്യ സഖ്യമായി നിന്നുകൊണ്ട്, അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചക്കരയും ബീരയും നിന്നുകൊണ്ട് മേയർ VV രാജേഷിനെ തട്ടിത്തോളി കയറ്റാനായിട്ട് മുന്നിലേക്ക് വരുന്ന കാഴ്ചയാണ് പലപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോഴും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ VV രാജേഷിനെ തട്ടിത്തോളി കയറ്റാനായിട്ട് ഈ BJPയുടെ B ടീമായിട്ടുള്ള UDF, ഈ BJPയുടെ B ടീമാണ് UDF എന്ന് പറയുന്ന LDFുമായി ഒത്തുചേർന്നുകൊണ്ട് ഞങ്ങൾ ഒരമ്മപെറ്റ മക്കളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ VV രാജേഷിൻ്റെ നേരെ വരുന്നത്. അങ്ങനെ VV രാജേഷിൻ്റെ നേരെ ഇവർ ഒരുമിച്ച് വന്നപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടു. അങ്ങനെ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെട്ടപ്പോൾ മേയർ എന്ത് ചെയ്തു? മേയർ അപകടം മണത്തു. കാരണം ഇനി ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കാരണം സഭ അലങ്കോലപ്പെടാൻ പോവുകയാണ്. യവന്മാർക്ക് ചർച്ചയും കുർച്ചയൊന്നും അല്ല വേണ്ടത്. യവന്മാർക്ക് സഭ അലങ്കോലപ്പെടുത്തണം, ഇവിടെ കിടന്ന് ബഹളം വയ്ക്കണം, സുഗതൻ മറ്റതാണ്, സുഗതൻ മറിച്ചതാണ്, ഇറങ്ങിപ്പോടാ മേയർ എന്നുള്ള കാര്യങ്ങൾ പറയണം. പറ്റിയ മേയറെ ഒന്ന് കൈവയ്ക്കണം. മേയറെ കൈവച്ച ശേഷം മറ്റേ പരിപാടി തന്നെ, അതായത് സ്ത്രീകളെ മുന്നിൽ നിർത്തിയിട്ട് എൻ്റെ ബ്ലൗസ് വലിച്ച് കീറി എന്നൊക്കെ മേയറെ കൊണ്ട് പറയണം. പറ്റിയ മേയറുടെ പേരിൽ ഒരു പെണ്ണ് കേസൊക്കെ അടിച്ചു വെച്ച് കൊടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ തിരിച്ചെടുക്കണം. കഴിഞ്ഞ ദിവസം CPM കൗൺസിലർമാർ മേയർ നടന്നു വന്നപ്പോൾ മേയറെ തടഞ്ഞ് ഖരാവോ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അന്ന് തന്നെ CPM കൗൺസിലർമാർ സ്ത്രീകളെ കയറി മേയർ പിടിക്കാനായിട്ട് ശ്രമിച്ചു. കാരണം നമ്മളൊരു ട്രേഡ് മാർക്കാണല്ലോ ഈ പെണ്ണ് കേസും കഞ്ചാവ് കേസ് എന്നൊക്കെ പറയുന്നത്. കഞ്ചാവ് കേസ് ഇപ്പോൾ എന്തായാലും നടക്കില്ല. ഈ പെണ്ണ് കേസ് വേണമെങ്കിൽ മേയറുടെ തലയിൽ കെട്ടി വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ് ഈ പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടിറക്കി, അല്ലെങ്കിൽ കൗൺസിലർമാരെയൊക്കെ മുമ്പിൽ നിർത്തി, വനിതാ കൗൺസിലർമാരെയൊക്കെ മുമ്പിൽ നിർത്തി ഒരു അടപടലം, ഒരു നാടകം കളിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. മേയർക്ക് ഇത് മനസ്സിലായി. മേയർ പറഞ്ഞു, അതായത് ഇനി ചർച്ച നടക്കില്ല, പക്ഷേ ഇവർ വന്നിരിക്കുന്ന ചർച്ച ചെയ്യാനാണ്. ഞങ്ങൾക്ക് ചർച്ച ചെയ്യണം, ചർച്ച ചെയ്യാതെ ഞങ്ങൾക്ക് തൊണ്ടേന്ന് ഇറങ്ങൂല എന്നിവർ പറയുന്നതാണ്. അതായത് നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൊണ്ടേന്ന് ഇറങ്ങാത്തൊരു സാഹചര്യം, നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചർച്ച ചെയ്യണ്ടേ? ആ ചർച്ച ചെയ്യാമെന്നവർ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കി. മേയർ എന്ത് ചെയ്തു? മേയർ 500 സാധനങ്ങൾ ഒറ്റ വരിയിൽ ഇതെല്ലാം പാസ്സാക്കിയിരിക്കുന്നു, കൗൺസിൽ യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് മേയർ എന്ത് ചെയ്തു? അത് പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞ് മേയർ അവിടെ നിന്നും പിൻവാങ്ങുന്നു. അതിനുശേഷം മേയറെ നമുക്ക് ചിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല. മേയർ അവിടെ നിന്നും പിൻവാങ്ങിയ ശേഷം ശബരിനാഥ് എന്ന് പറയുന്ന നമ്മുടെ UDFൻ്റെ കവടിയാർ കൗൺസിലർ എന്ന് പറയുന്ന അമൂൽ ബേബി എന്ത് ചെയ്യുന്നു? ഈ അറ്റൻഡൻസ് ബുക്ക് ഉണ്ടല്ലോ,
പറയുന്നത് മിനിറ്റ്സ് ബുക്ക് എടുത്തുകൊണ്ടുപോയി മാധ്യമങ്ങളുടെ ഫ്രണ്ടിലേക്ക് വയ്ക്കുന്നു. മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ ഇതിനെടുത്ത് വയ്ക്കുന്നു. ഇത് മാധ്യമങ്ങളുടെ ഫ്രണ്ടിലേക്ക് ശബരിനാഥ് എടുത്തുകൊണ്ട് വയ്ക്കുന്നത് അവിടെ യൂസഫ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു മേടിച്ചാണ് ശബരിനാഥ് ഇതെടുത്ത് വയ്ക്കുന്നത്. പിന്നീട് മേയർ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ യൂസഫ് എന്ന് പറയുന്ന ആ വ്യക്തി തന്നെ വന്ന് അവിടെ പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്താണ്? ശബരിനാഥ് ഇത് പിടിച്ചുകൊണ്ടുപോയി, ഞാൻ തിരികെ ചോദിച്ചില്ലേ, അതായത് ഇത് തിരികെ ചോദിച്ചപ്പോൾ ശബരിനാഥ് പൊടാ എന്ന് പറയുന്ന കാഴ്ചയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് എന്നാണ് യൂസഫ് പറഞ്ഞത്. വേണമെങ്കിൽ അതിൻ്റെ ബൈറ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ തിരിച്ചു വെച്ചപ്പോൾ എന്താ പറഞ്ഞത്? മിണ്ടരുതെന്ന് പറഞ്ഞു. ആര്? ശബരിനാഥ് കൗൺസിലർ പറഞ്ഞ് മിണ്ടായിരിക്കും അവിടെ എന്ന് പറഞ്ഞു. ശിവ പാർട്ടി കൗൺസിലർ കൊടുത്തതല്ല, ഒപ്പിടാൻ വേണ്ടി വാങ്ങിച്ചിട്ട് നിർബന്ധമായിട്ട് തരാതെ വിളിച്ച് ഞാൻ പല പ്രാവശ്യം ചോദിച്ചപ്പോ തന്നില്ല. ഞാൻ വാങ്ങി പല പ്രാവശ്യം അപ്പോഴാണ് പറഞ്ഞത് മിണ്ടരുത്, അവിടെ മിണ്ടായിരിക്കുന്നു പറഞ്ഞു. അല്ല, ആരാ പറഞ്ഞു മിണ്ടായിരിക്കാനായിട്ട്? ശബരിനാഥ് കൗൺസിലർ. അപ്പോൾ ഇതാണ് ആ സംഭവം എന്ന് പറയുന്നത്. അങ്ങനെ ശബരിനാഥ് അത് എടുക്കുന്നു. ശബരിനാഥ് അത് എടുത്തിട്ട് അത് തുറന്ന് അവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ മുമ്പിലെല്ലാം കൂടെ ദീർഘമായിട്ടുള്ളൊരു കവലപ്രസംഗം ശബരിനാഥൻ ആരംഭിക്കുന്നു. അങ്ങനെ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ഇങ്ങനെ കവലപ്രസംഗം ഇങ്ങനെ നടത്തിക്കൊണ്ടേ പോവുകയാണ്. ശബരിനാഥൻ പറയുന്നത്, കണ്ടോ ഇതിൽ സുഗതൻ ഒപ്പിട്ടിട്ടില്ല, സുഗതൻ്റെ ഒപ്പ് ഇപ്പോൾ BJP-കാരന്മാർ കൃത്രിമമായി ഉണ്ടാക്കി ഇതിനകത്തിടും, അല്ലെങ്കിൽ അതായത് പരസ്പര ബന്ധമില്ലാത്ത കാര്യം. ആദ്യം പറഞ്ഞു സുഗതൻ്റെ ഒപ്പ് BJP-കാർ കൃത്രിമമാക്കി ഇതിനകത്തുണ്ടാക്കിയിടും. രണ്ടാമത് പറഞ്ഞു ഇത് കീറിയെടുത്ത് നേരെ ജയിലിനകത്ത് കൊണ്ടുപോയി സുഗതനെ കൊണ്ട് ഒപ്പിടിയിക്കാനുള്ള പരിപാടിയാണ്. എങ്ങനെ ഇരിക്കുന്നത്? അതായത് ഇവരാണിപ്പം ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ്. അപ്പോഴാണ് ഇത് കീറിയെടുത്തുകൊണ്ട് പോയി ജയിലിനകത്ത് കൊണ്ടുപോയി ഒപ്പിടിക്കാനുള്ള പരിപാടിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നത്. രണ്ടാമതായിട്ട് ഇവർ പറയുന്നത് ഇത് മൊത്തത്തിൽ കീറിയെടുത്ത് നശിപ്പിക്കാനുള്ള പരിപാടിയാണ് എന്ന് മൂന്നാമത് പറയുന്നത്. ഇത് മൂന്ന് കേട്ടാലും നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ മൂക്കത്ത് വിരൽ വയ്ക്കും. അതായത് ഈ സുഗതൻ്റെ കേസിൽ ഏറ്റവും വലിയ തെളിവെന്ന് പറയുന്നത്, തെളിവാവേണ്ട സാധനം എന്ന് പറയുന്നത് മിനിറ്റ്സ് ആണ്. കോടതിയിൽ നാളെ എത്തുമ്പോൾ കോടതി എന്തായാലും ഇത് ചോദിക്കും. അത് കീറിക്കളഞ്ഞാൽ കോടതി ഇരിക്കുന്ന ജഡ്ജി എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ളൊരു മനുഷ്യൻ തന്നെയാണല്ലോ. അയാൾ ചോദിക്കും, അതായത് ഇത് കീറിയിട്ടുണ്ട്, ഇതിൻ്റെ ബാക്കി എവിടെ എന്ന് ജഡ്ജി ചോദിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ BJP-ക്കാർ ഇത് കീറിയെടുത്ത് മിഴുങ്ങാനുള്ള പരിപാടിയാണ് എന്നൊക്കെ ഇവ അവിടെ കിടന്ന് വലിയ രീതിയിൽ വായ്ത്താളം അടിച്ചു. പോരാത്തതിന് ഇവൻ പറയുന്നത്, അവസാനമായിട്ട് അവൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്ന കൗൺസിലർ, ഒരു സ്ത്രീ, ആ പെൺകുട്ടി പറയുന്നത് ഇതൊന്നും അല്ല സംഭവം. ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ BJP കൗൺസിലർമാർ ഞങ്ങളെ ഒപ്പിടാൻ സമ്മതിക്കാതിരിക്കുകയാണ് എന്നാണ് അവർ പറയുന്നത്. അത് ഈ രജിസ്ട്രാറും ഇവിടെ എത്തിക്കഴിഞ്ഞു, അതായത് ഈ രജിസ്റ്റർ ഇവിടെ എത്തിക്കഴിഞ്ഞു, അറ്റൻഡൻസ് രജിസ്റ്ററും ഈ ഒപ്പിടാൻ സമ്മതിക്കാതിരിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ BJP ആണ് ഭരിക്കുന്നത്. BJP-ക്ക് ആ രജിസ്റ്റർ എടുത്ത് ഒളിപ്പിച്ച് വെച്ചാൽ മതി എന്നുള്ളത് മാത്രമല്ല, ഈ രജിസ്റ്റർ എന്ന് പറയുന്ന സാധനം അവിടെ കണി കാണാൻ കിട്ടാത്ത രീതിയിൽ മുക്കിയാൽ മതി. CPM ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അവരങ്ങ് മുക്കിക്കളയും. എന്നിട്ട് പറയും പട്ടി അടിച്ചുകൊണ്ട് പോയി എന്ന് പറയും. അതായത് ഒരു പരസ്പര ബന്ധമില്ലാത്ത നുണകൾ പറയാം. അത് പിന്നെ നമ്മുടെ നാട്ടുകാർ വിശ്വസിക്കുമല്ലോ. അത് പട്ടി അടിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെരിച്ചാഴി കരണ്ട് കളഞ്ഞു എന്നൊക്കെ അവർ പറഞ്ഞു കളയും. അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പൊക്കെ വേണമെങ്കിൽ BJP ചെയ്യുക. അതൊന്നും ചെയ്ത് രജിസ്റ്റർ അവിടെ കൊണ്ടുവന്നു, അറ്റൻഡൻസ് രജിസ്റ്റർ അവിടെ കൊണ്ടുവന്നിട്ട് ഇവർ വന്നിട്ട് ഇത് തുറന്ന് വലിയ വായ്ത്താളം അടിക്കുകയാണ്. ഇത് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിക്കാതിരിക്കാനുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇവരവിടെ ഞങ്ങളിതാ ഒപ്പിടാൻ പോവുകയാണ്, എല്ലാവരും കണ്ടോളൂ എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ഷോ കാണിക്കുകയാണ്. തൊട്ടപ്പുറത്ത് BJP കൗൺസിലർമാരെല്ലാം ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതായത് ഇതെപ്പോൾ തീരും കുറേ നേരമായല്ലോ, അവർക്ക് ഒപ്പിട്ടിട്ട് വേണം അവർക്ക് പുറത്തേക്ക് പോകാം. കാരണം ഈ BJP കൗൺസിലർമാരും കോൺഗ്രസും CPM കൗൺസിലർമാരും അവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു കൂട്ടയടി ഉറപ്പാണ്. അതുകൊണ്ട് കിട്ടുന്ന മുറയ്ക്ക് ആരെന്ന് വെച്ചാൽ ഒപ്പിട്ടിട്ട് ഇറങ്ങി ഓടിക്കോ എന്നുള്ള രീതിയിലാണ് BJP-ക്കാർ അവിടെ നിൽക്കുന്നത്. കാരണം ഇവന്മാർ ഭരിക്കാൻ സമ്മതിക്കില്ല, ഇവന്മാർ കൗൺസിലിലെ യോഗങ്ങളിലെ അജണ്ടകളൊന്നും പാസ്സാക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒറ്റ വരിയിൽ മേയർ ഞാനിത് പാസ്സാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് മേയർ ഇറങ്ങി ഓടിത്തള്ളിക്കളഞ്ഞത്. അല്ലെങ്കിൽ മേയറുടെ പേരിലായിരിക്കും പെണ്ണ് കേസ് വരുന്നത്. ഇപ്പോൾ 3 പേർക്കെതിരെ 3 BJP കൗൺസിലർമാർക്കെതിരെ പെണ്ണ് കേസ് ഓൾറെഡി കൊണ്ട് കൊടുത്തു കഴിഞ്ഞു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ് പെണ്ണ് കേസ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ മേയറുടെ പേരിലും ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ബൂസ്റ്റ് ഇവർക്ക് കിട്ടും. കാരണം മേയറെ പെണ്ണ് പിടിയാനായിട്ട് ചിത്രീകരിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. ശബരിനാഥനാണ് ഇതിന് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അങ്ങനെ ഇവരിവിടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തൊട്ടപ്പുറത്ത് നിന്ന് മണ്ണന്തല കൗൺസിലറായിട്ടുള്ള BJP കൗൺസിലറായിട്ടുള്ള ചെമ്പഴന്തി ഉദയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങ് സഹിച്ചില്ല. പുള്ളിക്കാരനെ അങ്ങ് കൊണ്ടളവി. പുള്ളി വന്നിട്ട് എന്ത് പറയാൻ, നീ കൂടുതൽ ഷോ ഒന്നും കാണിക്കട്ടെ, നീ ആ രജിസ്റ്ററും കിടന്ന് പറഞ്ഞു. അങ്ങനെ രജിസ്റ്റർ ഇട് എന്ന് പറഞ്ഞപ്പോൾ ശബരിനാഥൻ പറഞ്ഞു തരാൻ പറ്റില്ല, നീ ആറാ എന്നുള്ള രീതിയിൽ അങ്ങനെ രജിസ്റ്ററിൽ ഇയാൾ ചാടിപ്പിടിക്കുന്നു. ബിറ്റ് ബൈ ബിറ്റ് ആയിട്ടാണ് പറയുന്നത്. ചാടിപ്പിടിച്ചിട്ട് രജിസ്റ്റർ ഇങ്ങോട്ട് വലിക്കുന്നു, അങ്ങോട്ട് വലിക്കുന്നു. മാധ്യമപ്രവർത്തകർ അറിയാമല്ലോ, ഈ 2 ചെന്നായ്ക്കൾ തമ്മിൽ ചോര കുടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മാധ്യമപ്രവർത്തകന്മാരുടെ ആ വിഷ്വൽ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലായി, എല്ലാവരും ഇങ്ങനെ ചിരിച്ചു കൊണ്ടാണ് നിൽക്കുന്നത്. നല്ല മുട്ടം കണ്ടൻറ്റാണെന്ന് കിട്ടാൻ പോകുന്ന രീതിയിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ അത് പോട്ടെ, അത് അവരുടെ തൊഴിൽ, അതാണ് അവരുടെ തൊഴിൽ.
എന്തായാലും തന്നെ അത് അങ്ങോട്ട് മാറ്റി നിർത്താം. അങ്ങനെ അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു, അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു. എല്ലാ അടിയും പിടിയും വലിയും അവസാന അക്രമവും എല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ ആരോപണങ്ങളുമായിട്ട് രംഗത്തെത്തുകയാണ്. ഇതിൽ ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത് BJP കൗൺസിലർ ചൂടുവെള്ളം കോരി അപ്പുറത്തുള്ള യുവതികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ മേത്തൊഴിച്ചു, സ്ത്രീ കൗൺസിലർമാരുടെ മേത്തൊഴിച്ചു എന്നുള്ളതാണ് ഇവരുടെ ആദ്യത്തെ ആരോപണം എന്ന് പറയുന്നത്. ആ ആരോപണം എന്തായാലും നമുക്കൊന്ന് പൊളിച്ചടുക്കിയിട്ട് വരാം. അതിൻ്റെ ദൃശ്യം ഒന്ന് കാണിച്ചു, ഞാൻ ഒന്നും പറയുന്നില്ല, ദൃശ്യം കാണിച്ചു തരാം. ഇതാണ് ആ ദൃശ്യം എന്ന് പറയുന്നത്. ഈ ദൃശ്യത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആദ്യം ഇപ്പുറത്ത് നിൽക്കുന്ന കൗൺസിലറായിട്ടുള്ളൊരു സ്ത്രീ അവിടെ ഇരിക്കുന്ന ഒരു ഗ്ലാസിൻ്റെ അടപ്പ് തുറന്ന് അതിൽ നിന്ന് ചൂടുവെള്ളം എടുത്ത് BJPക്കാരുടെ നേരെ ഒഴിക്കുകയാണ്. എനിക്ക് പാപ്പനംകോട് സജീര മൂഞ്ചിയിലാണ് അത് വന്ന് വീണത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സജീര മൂഞ്ചിയിൽ അത് വീണപ്പോൾ സ്വാഭാവികമായിട്ടും ചൂടുവെള്ളമൊക്കെ വന്ന് ദേഹത്ത് വീണ് കഴിഞ്ഞാൽ അമ്മച്ചിയാണ് തൊട്ടടുത്ത് വീഴേണ്ട താമസം തൊട്ടടുത്തിരിക്കുന്ന ചൂടുവെള്ളത്ത് സജി എടുത്ത് തിരിച്ചൊഴിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. അതായത് അടിച്ചാൽ തിരിച്ചടിക്കും പൊന്നു മോനെ എന്നാണ് അവരവിടെ പറയുന്നത്. ഇത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്, ശബരിനാഥൻ പുറത്തു എന്ന് പറയുന്ന ഇമ്മച്യൂർ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ശബരിനാഥൻ ഇത്രയ്ക്ക് അധപ്പതിച്ച് പോയത് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ശബരിനാഥൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ BJP കൗൺസിലറായിട്ടുള്ള ചെമ്പഴന്തി ഉദയൻ്റെ ഷർട്ട് മൊത്തം വലിച്ചു കീറി. ഈ ഷർട്ട് മൊത്തം വലിച്ചു കീറിയത് ശബരിനാഥൻ പറയുന്നത് തന്നെ കീറിയതാണ്, അത് വേറെ ആരും കീറാനില്ല, അത് തനിയെ അയാൾ തനിയെ ഷർട്ട് വലിച്ചു കീറിയതാണ് എന്നാണ് ഇയാൾ പറയുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളും കൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം, ശ്രദ്ധിച്ച് കാണണം. ഷർട്ടാരൂരി ഉദയന്റെ ഷർട്ട് ഉദയം തന്നെ ഊരി ആ വിശ്വസിച്ചു. അതേതാണ് ഷർട്ട് തമ്മിലുണ്ടല്ലോ, സ്ത്രീകൾ കയറിയായിരിക്കും അവന്റെ സ്വഭാവം അറിയല്ലോ. അവന്റെ ഷർട്ട് അങ്ങനെ കയറി അന്വേഷിച്ച് നോക്കിയാൽ മതി. അവിടെ ഇവർക്ക് ഏത് സംസ്കാരമാണ്? ഇതാണോ ആർഷഭാരത സംസ്കാരം? അറ്റാക്ക് ചെയ്യണം. ആര് അറ്റാക്ക് ചെയ്തു? അത് ഇത് നിങ്ങൾ ഇത്രയും ചാനലല്ലേ. ഷർട്ടാരൂരി ഉദയന്റെ ഷർട്ട് ഉദയം തന്നെ ഊരി അറിയല്ലോ. അവന്റെ ഷർട്ട് അങ്ങനെ കയറി അന്വേഷിച്ച് നോക്കിയാൽ മതി. അവിടെ ഏത് ഇതാണോ ആർഷഭാരത സംസ്കാരം? ഇതിൽ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൽ UDFൻ്റെ ഒരു കൗൺസിലർ ആ ചെമ്പഴന്തി ഉദയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പോക്കറ്റിൽ കയറി പിടിച്ച് വലിച്ചു കീറുന്നത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ശബരിനാഥൻ പറയുന്നത് ഇത് അയാൾ തന്നെ വലിച്ചു കീറിയതാണ്. എന്നിട്ട് എന്തൊക്കെയോ പറയുന്നു, വിത്ത് കാളയാണ്, മറ്റതാണ്, മറിച്ചതാണ്, പെണ്ണുങ്ങളെ കയറി പിടിക്കുകയാണ് അവൻ എന്നൊക്കെ പറയുന്ന പല തേർഡ് റേറ്റ് നമ്പറുകളുണ്ടല്ലോ, അതൊക്കെ ഇറക്കുകയാണ്. എന്തായാലും ഉദയനെ വിത്ത് കാള എന്ന് പറയുന്ന ശബരിനാഥനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ സംഘപരിവാറുകാർ വിളിക്കുന്നത്, അതായത് സ്ത്രീകളെ ഫ്രണ്ടിൽ നിർത്തി പിറകിൽ നിന്ന് കളിക്കുന്ന ഷീമപ്പന്നി എന്നാണ് ശബരിനാഥനെ ഇപ്പോൾ കോർപ്പറേഷനിലെ സംഘപരിവാർ അനുകൂലികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കളിയാക്കി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തു തന്നെയായിരുന്നാലും ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇങ്ങനെ അടിയുണ്ടായി. അതിനിടയിൽ സ്വാഭാവികമായിട്ടും ഉദയൻ എന്ന് പറയുന്ന വ്യക്തി ശബരിനാഥിൻ്റെ കൊങ്ങയ്ക്ക് കയറി പിടിക്കുന്നു. ശബരിനാഥ് സ്ത്രീകളുടെ പിറകിൽ നിന്നുകൊണ്ട് അടിക്കാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷേ നടക്കുന്നില്ല. പക്ഷേ ഒരു പെണ്ണും പിള്ള, ആ പെണ്ണും പിള്ള, എനിക്ക് തോന്നുന്നു വെള്ളം പിള്ള ഇട്ട ഒരു പെണ്ണും പിള്ള ചാടി കയറി ഉദയൻ്റെ മണ്ടക്കിട്ട് അടിക്കുന്ന ഒരു സീന് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ കൗൺസിൽ യോഗം പിരിയുന്നു. ഇതിനുശേഷമാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും ആ റിപ്പോർട്ട് കാണിക്കാം. ദേശാഭിമാനിയെ കണ്ടോ, UDF B ടീമാണ് BJPയുടെ എന്ന് പറയുന്ന ശിവൻകുട്ടി അണ്ണൻ ഈ UDFനെ കാണാൻ വരുന്നു. വെൽ ഡൺ മൈ ബോയ് എന്ന് പറഞ്ഞ് UDFനെ, അതായത് BJPയെ ചുരുട്ടിക്കെട്ടി എന്ന് പറഞ്ഞ് UDFനെ കാണാനായിട്ട് വരുന്നു. ഈ UDFലെ കൗൺസിലർമാരെ കാണാനായിട്ട് വരുന്നു, കൈ കൊടുക്കുന്നു, രണ്ടും കൂടെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്ലേഷിക്കുന്നു, കരയുന്നു, പിടിക്കുന്നു, മൂക്ക് പിടിയുന്നു, പിന്നെ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ പ്രശ്നത്തിൻ്റെ തുടക്കം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല. നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നമ്മുടെ അനൂപ് ബാലചന്ദ്രൻ അവിടെ നേരിട്ട് കാണാൻ പോയ സലാം P ഹൈദ്രോസ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനുണ്ട്. ഈ സലാം P ഹൈദ്രോസിനോട് ചോദിക്കും, ഹൈദ്രോസ് എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് താങ്കൾ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ സലാം P ഹൈദ്രോസ് കൃത്യവും വ്യക്തവുമായിട്ട് ആ റിപ്പോർട്ട് പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഏറെ 2 മുതൽ ഏറെ നാടകീയ രംഗങ്ങളാണ് ഇവിടെ സംഭവിച്ചത്. ആദ്യം കഴിഞ്ഞ തവണത്തെ സംഘർഷത്തിനിടയിൽ പരിക്കേറ്റ 3 വനിതാ കൗൺസിലർമാർ, അതായത് സിന്ധു ശശി, സിന്ധു, വീണ എന്നിവരെ ആംബുലൻസിൽ ഈ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലെത്തിച്ച് CPM ആണ് ഇന്ന് തുടക്കമിട്ടത്. തുടർന്ന് 2:30 യോഗം ആരംഭിച്ച് നടൻ സെലിം കുമാറിന് അനുശോചന പ്രമേയം അവതരിപ്പിച്ച മേയർ VV രാജേഷ് അജണ്ടയിൽ കടന്നപ്പോൾ മുതൽ തന്നെ CPM അംഗങ്ങൾ കൂട്ടത്തോടെ നടത്തത്തിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളി തുടങ്ങി. മേയർ രാജിവെക്കണം, ഡെപ്യൂട്ടി മേയർ രാജിവെക്കണം തുടങ്ങിയ വിഷയങ്ങൾ അവർ ഉന്നയിച്ചു. ഇതോട് ചേർന്ന് കോൺഗ്രസിന്റെ അംഗങ്ങൾ അവിടെ തന്നെ സീറ്റിൽ ഇരുന്നുകൊണ്ട്
അവരും മുദ്രാവാക്യം മുഴക്കി തുടങ്ങി. ഈ ഭരണ രംഗത്ത് വളരെ പ്രതിസന്ധിയാണ്, അതുകൊണ്ട് മേയർ രാജിവെക്കണം എന്നായിരുന്നു കോൺഗ്രസ് അംഗങ്ങളുടെ ആവശ്യം. ഈ കോൺഗ്രസിനെ CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് BJP അംഗങ്ങളും പിന്നെ ഇതോടെ എഴുന്നേറ്റ് മുദ്രാവാക്യം തുടങ്ങി. ഇതോടെ സഭാ അന്തരീക്ഷം കൗൺസിൽ ഹാൾ മുഴുവൻ തന്നെ വലിയ തോതിലുള്ള സംഘർഷഭരിതമായി ഭീകരമായ ശബ്ദങ്ങളും മറ്റും ഉണ്ടായി. ഇതോടെ മേയർ പെട്ടെന്ന് തന്നെ അജണ്ട പാസ്സായത് പ്രഖ്യാപിച്ചുകൊണ്ട് മേയർ രാജേഷ് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഈ BJP കൗൺസിലർമാരോ CPM-ന്റെയോ കൗൺസിലർമാരോ ഹാളിൽ നിന്ന് പുറത്തേക്ക് പോയില്ല. ഇതിനിടയിലാണ് ഏറ്റവും കൂടുതൽ സംഘർഷം ഇടയാക്കിയ ഈ അറ്റൻഡൻസ് ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതിനെ ചൊല്ലിയുള്ള തർക്കമുണ്ടായത്. ഇത് തുടങ്ങി വെച്ചത് പാർലമെന്ററി പാർട്ടി ലീഡറായ ശബരിനാഥനായിരുന്നു. അദ്ദേഹം അറ്റൻഡൻസ് എങ്ങനെയുണ്ട്? ഇത് തുടങ്ങി വെച്ചത് പാർലമെൻ്ററി പാർട്ടിയുടെ ലീഡറായിട്ടുള്ള ശബരിനാഥനായിരുന്നു എന്നാണ് സലാം പി ഹൈദ്രോസ് പോലും പറയുന്നത്. CPM ആദ്യം ഒരു ലീഡിട്ട് കൊടുത്തു, അതിൻ്റെ പിറകെ ശബരിനാഥൻ ചാടിയിറങ്ങി ഇത് തുടങ്ങി വെച്ചു എന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, ഇതൊക്കെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനങ്ങൾ നല്ലതുപോലെ കാണുന്നുണ്ട്. ഇപ്പോഴുള്ള മേയർ എങ്ങനെയാണ് ഭരിക്കുന്നതെന്നും ആ മേയറുടെ ഇത്രയും നാളുള്ള ഭരണത്തിൽ 45 കൊല്ലം നിങ്ങൾ ഭരിച്ചല്ലേ, 45 കൊല്ലം നിങ്ങൾ ഭരിച്ച ശേഷം നിങ്ങളുടെ അഴിമതി കഥകൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരികയാണ്. ഇപ്പോൾ വിഴിഞ്ഞത്ത് കെട്ടിക്കൊടുത്ത ആ ഒരു വലിയ ബിൽഡിങ്ങിനെയൊക്കെ ചൊല്ലി, അതായത് വീടുകൾ കെട്ടിക്കൊടുത്തല്ലോ, പിണറായി സർക്കാരിൻ്റെ കരുതൽ എന്ന് പറഞ്ഞുകൊണ്ട് വീടുകളൊക്കെ കെട്ടിക്കൊടുത്ത് അതിനകത്തൊക്കെ വമ്പൻ അഴിമതി വന്ന്, കല്യാണ മണ്ഡപത്തിൻ്റെ അഴിമതി വന്ന്, ഇതെല്ലാം എടുത്ത് പുറത്തിട്ട് അന്വേഷണത്തിന് മേയർ ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എങ്ങനെയെങ്കിലും ഇവർ ഇറങ്ങാതെ CPM-നൊരു രക്ഷയില്ല, ഇല്ലെങ്കിൽ കൂടോടെ ഉമാരകത്തു പോകും. അതുകൊണ്ടാണ് ശിവൻകുട്ടി എന്ത് നടന്നാലും ഓടി കോർപ്പറേഷനിൽ എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. CPM-ൻ്റെ ഒരു അക്ഷയഖനിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശിവൻകുട്ടി ഓടിയെത്തുന്നു, ശബരിനാഥന് കൈ കൊടുക്കുന്നു. പക്ഷേ ഇവർ വെളിയിൽ പറയുന്നത് UDF മറ്റവന്മാരുടെ B ടീമാണ്, BJP-യുടെ. എന്ന് ശബരിനാഥൻ പറയുന്നത് ഞങ്ങളല്ല, CPM ആണ് BJP-യുടെ B ടീം. എന്നാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് BJP-യെ നേരിട്ട്, എന്നാൽ ആക്രമണം വരുമ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി മീറ്റ് ചെയ്ത് കൈ കൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിലാവും. അവർ മണ്ടന്മാരൊന്നുമില്ല, പൊതുജനം കഴുതയല്ലല്ലോ. അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആരാണ്, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്. അതായത് ഭരിക്കാൻ അനുവദിക്കാതിരിക്കുക. ഇത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ്. കാരണം മേയർ VV രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയെ ഭരിക്കാൻ സമ്മതിക്കില്ല. അതായത് ആറ്റുകാൽ പൊങ്കാല വന്നപ്പോഴും വെള്ളം കട്ട് ചെയ്തിട്ട് മേയറെ വല്ലാതെ ദ്രോഹിച്ചു. പോരാത്തതിന് രണ്ടാമത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ ഭരിക്കാൻ സമ്മതിക്കാതെ മുണ്ടൂരി തലയിൽ കെട്ടി വലിയ രീതിയിൽ ഒരു അജണ്ടകളും പാസ്സാക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ മേയർ ആൾ കിടിലമായതുകൊണ്ട് മേയർ എന്ത് ചെയ്തു? മേയർ വന്നിരുന്നു, പ്രാഥമിക നടപടികളെല്ലാം കഴിഞ്ഞ ശേഷം മേയർ പറഞ്ഞു എല്ലാം പാസ്സാക്കിയിരിക്കുന്നു, എല്ലാം പിരിച്ചു വിട്ടിരിക്കുന്നു, എല്ലാവരും കൈയടിച്ചു എന്ന് പറഞ്ഞ് മേയർ ഇറങ്ങി ഓടിയതാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇതിലെനിക്ക് ആകപ്പാടെ തോന്നിയ ഒരു, അതായത് BJP-യുടെ ഭാഗത്തുനിന്നും എനിക്ക് ആകപ്പാടെ തോന്നിയ ഒരു രസകരമായിട്ടുള്ള സംഭവം, അല്ല, ഈ മേയറുടെ കാലൊടിഞ്ഞിരിക്കുകയല്ലായിരുന്നു, ആ മേയർ ഇറങ്ങി കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. കാലിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതുകൊണ്ട് ചോദിച്ചതാണ്. എന്ത് തന്നെയായിരുന്നാലും അത് നല്ല രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നുണ്ടായത്. എന്തായാലും ഇത് വരുന്ന ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും BJP ഭരണം 5 കൊല്ലവും അവിടെ തന്നെ കാണുമെന്ന മുട്ടൻ കോൺഫിഡൻസിലാണ് മേയർ ഇരിക്കുന്നത്. അതിന് വേറൊരു കാരണമുണ്ട്, പക്ഷേ അതെനിക്ക് ഇവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ ശരി.